Hello everyone, I'm Dr. Manoj Johnson, lifestyle physician, John Marine Hospital, പാല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു പ്രശ്നമാണ് മൗത്ത് അൾസർ എന്ന് പറയുന്നത്, അതായത് വായിലെ പുണ്ണെന്ന് പറയുന്നത്. അപ്പം പല കാരണങ്ങളും ഇതിനകത്തുണ്ട്. കാരണം ചില ആളുകൾ റിപ്പീറ്റഡ് ആയിട്ട് വരികയാണ്. ചില ആളുകളിൽ ഈ വായിലൊരു മുറിവ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു 3-4 ആഴ്ച, ചിലപ്പം 1-2 മാസങ്ങൾ ഇങ്ങനെയൊക്കെ ആയിട്ട് മുറിവ് കരിയാതെ പോകുന്നൊരു കാര്യമുണ്ട്. പല കാരണങ്ങളുണ്ടെങ്കിൽ ഈ വായിലെ പ്രശ്നം എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ മൗത്ത് അൾസർ പറയുമെങ്കിലും ഈ വായിലെ കാരണം എന്ന് പറയുന്നത് ഒരു 10% മാത്രമേ ഉള്ളൂ. ബാക്കി 90% പുറത്തെ കാര്യങ്ങളാണ്. പുറത്തെന്ന് പറയുന്നത് വായ അല്ലാതെ വേറെ ഭാഗങ്ങളിലാണ്. അതിനകത്ത് ഭൂരിഭാഗവും ആമാശയമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് വാ തൊട്ട് മലദ്വാരം വരെ ഒറ്റ കണക്ഷനാണ്. ഈ ഒറ്റ കണക്ഷനിൽ നമ്മൾ കുടലിനകത്തോ ആമാശയത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കാണിക്കുന്നു, അവിടെ ഒരു പുണ്ണ് വരുന്നു, അവിടെ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ പൊള്ളലും ഉണ്ടാകുന്നു, നീർക്കെട്ടുണ്ടാകുന്നു, എന്ത് പ്രശ്നം വന്നെന്ന് പറഞ്ഞാലും അത് നമ്മുടെ വായിലെ ഇത് എന്താ പറയുക, അതിനെ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ അൾസറായിട്ടോ ബാഡ് ബ്രെത്ത് സ്മെല്ല് വരുന്ന രീതിയിലോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. അതേപോലെ താഴോട്ട് നമ്മുടെ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് പൈൽസും ഫിഷറും ഫിസ്റ്റുലൊക്കെ ഉണ്ടാകുന്നതും ഉള്ളിലെ കാരണം കൊണ്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ കുടലിലെ അല്ലെങ്കിൽ വയറിൻ്റെ പ്രശ്നത്തിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് പറയുന്നത് ചിലതരം ഭക്ഷണങ്ങളാണ്. ഭക്ഷണങ്ങളിൽ നമ്മൾ മെയിനായിട്ടും പൾസസ്, അതായത് പയറുപരിപ്പ് വർഗ്ഗങ്ങളിൽ തവിടുള്ള ഭക്ഷണങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത്. അവിടെ എച്ച് പൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ നമ്മുടെ ആമാശയത്തിലുണ്ട്. ഈ ആമാശയത്തിൽ എച്ച് പൈലോറി ബാക്ടീരിയയ്ക്കുള്ള മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ഈ പയറുപരിപ്പ് വർഗ്ഗങ്ങളിൽ തവിടുള്ള ഭക്ഷണത്തിൽ വരുന്ന നിക്കൽ കണ്ടൻ്റാണ്. അത് എടുക്കുമ്പോഴത്തേനും അതിനകത്ത് ആ എച്ച് പൈലോറി ബാക്ടീരിയയുടെ അളവ് കൂടുകയും അതിൻ്റെ ബാക്കി പത്രമായിട്ട് നെഞ്ചരിച്ചിൽ പുളിച്ചേട്ടിൽ നമ്മുടെ വായിൽ അൾസേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയങ്ങളിൽ അത് നമ്മൾ ശ്രദ്ധിച്ച് വയറ് ശരിയാക്കാനുള്ള കാര്യങ്ങളാണ് മെയിനായിട്ടും ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പുളിയുള്ളത് എരിവുള്ളത് ഇടുമ്പോൾ ഈ പുളി എരിവല്ല ഈ പ്രശ്നത്തെ ഉണ്ടാക്കുന്നത്, ഈ പുളി എരിവുള്ള ഭക്ഷണങ്ങൾ ഈ പ്രശ്നത്തെ കൂട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വയറ് കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ള ആളുകളിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഫുഡുകളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ കുടലിന് ഡാമേജ് ഉണ്ടാക്കുന്ന 2 ഭക്ഷണങ്ങളെന്ന് പറയുന്നത് ഗോതമ്പ് മൈദ ഐറ്റംസും അതേപോലെ തന്നെ പാലുമാണ്. ഇത് രണ്ടും നല്ലതാണെന്ന് പറഞ്ഞാണ് നമ്മൾ കഴിക്കുന്നത്. പക്ഷേ അത് ഇറിറ്റേഷൻ കൂട്ടുന്ന സാധനങ്ങളാണ്, നമുക്കത് അറിയത്തില്ല ഭൂരിഭാഗം ആളുകളിലും. പിന്നെ മധുരവും. ഈ കാര്യങ്ങളാണ് നമ്മൾ വയറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് ചെയ്തിട്ട്, അതായത് ഇത് നമ്മൾ മാറ്റി വെച്ചിട്ട് വേണം ട്രീറ്റ്മെൻറ്റ് എടുത്ത് വെച്ച് ഇത് ക്ലിയർ ആക്കി എടുക്കാനായിട്ട്. പിന്നെ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. അതായത് നമുക്ക് വേറെ ഒരു പ്രശ്നവും ഇല്ല, നമ്മുടെ ജോലിപരമായിട്ടുള്ള സ്ട്രെസ്സ്, ബന്ധങ്ങളിൽ വരുന്ന സ്ട്രെസ്സ്, വീട്ടിലുള്ള സ്ട്രെസ്സ്, നമ്മൾക്ക് താങ്ങാൻ പറ്റുന്നതിൻ്റെ അളവ് കൂടി കഴിയുമ്പോൾ ഇത് നമ്മുടെ മൗത്ത് അൾസറായിട്ടൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആസിഡ് ലെവൽ പ്രൊഡക്ഷൻ കൂടുന്നു, അൾസേഴ്സ് ഉണ്ടാകുന്നു, പ്രശ്നങ്ങളെല്ലാം വരുന്നത് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ചിലതരം പോഷകക്കുറവ് കൊണ്ടുണ്ട് വരും. അതായത് ഇപ്പം വിറ്റമിൻ B12 അതേപോലെ തന്നെ അയൺ, ഫോളിക് ആസിഡ്, സിങ്ക് എന്നൊക്കെ പറയുന്ന പലതരം, അതായത് ഈ ഇലക്കറികളിലും നോൺ വെജ് ഐറ്റംസിലും എന്താ പറയുക പഴവർഗ്ഗങ്ങളിലൊക്കെ ആയിട്ട് നമുക്കിത് കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പം വെജിറ്റബിൾസും ഈ പറയുന്ന കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷൻ നമ്മൾ എടുത്തെങ്കിൽ മാത്രമാണ് ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുന്നത്. ആദ്യം നമുക്കിപ്പോൾ എന്തെങ്കിലും മെഡിസിനോ ബി കോംപ്ലക്സ് അങ്ങനെ എടുക്കുമ്പോൾ അതൊക്കെ ബാലൻസ് ആയി പൊക്കോളും. പക്ഷേ അത് വീണ്ടും പ്രശ്നം കാണിക്കും. അത് ഗട്ട് റിലേറ്റഡ് പ്രശ്നമാണ്, കുടലിലെ സംബന്ധമായിട്ടാണ്, അത് ക്ലിയർ ആക്കണം. പിന്നെ വരുന്ന കാര്യം എന്ന് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ് ആണ്. ചിലപ്പം ഈ പീരിയഡ്സിൻ്റെ സമയങ്ങളിലായിരിക്കാം, പ്രഗ്നൻസിൻ്റെ സമയങ്ങളിലായിരിക്കാം. അപ്പം ഈ PCOD പ്രശ്നങ്ങളുള്ളവരിൽ, ഫൈബ്രോയിഡ് ഉള്ളവരിൽ ഇത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. പിന്നെ ചില ആളുകൾ വല്ലാതെ വണ്ണം വെക്കുന്ന ആളുകളുണ്ട്, അവർക്കും ഹോർമോണൽ ഇംബാലൻസിൻ്റെ ഭാഗമായിട്ടും നമുക്ക് മൗത്ത് അൾസേഴ്സ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. പിന്നെ വരുന്ന കാര്യം എന്ന് പറയുന്നത് ഇൻഫെക്ഷൻസ് ആണ്. പല രീതിയിലുള്ള പനി വരുന്ന ആളുകളുണ്ട്, ജലദോഷം വരുന്നവരുണ്ട്, സൈനസ് പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനത്തെ ഇൻഫെക്ഷൻസ് ശരീരത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് ഈ മൗത്ത് അൾസർ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയും. ഓട്ടോ ഇമ്മ്യൂൺ നമ്മുടെ സ്വന്തം ശരീരത്തിലെ ഈ പ്രതിരോധ ശക്തി, സ്വന്തം ശരീരത്തിലെ നല്ല കോശങ്ങളെ ഡാമേജ് ചെയ്യുന്ന ഈ ലൂപ്പസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്, ക്രോൺസ് ഡിസീസ് ഉണ്ട്. ഇതിൽ പല രീതിയിലുള്ള ഇമ്മ്യൂണിറ്റി അവയവങ്ങൾ, നമ്മുടെ സ്വന്തം അവയവത്തിനെ ഡാമേജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ മൗത്ത് അൾസേഴ്സ് പ്രശ്നങ്ങൾ വരാറുണ്ട്. പിന്നെ പല ആളുകളിലും കണ്ടേക്കുന്നതുണ്ട്, ഒരു 10% ഉള്ളൂ, എന്നാലും ജനറ്റിക്കായിട്ട്, അതായത് പാരമ്പര്യമായിട്ട് അപ്പനുണ്ട്, വല്യപ്പനുണ്ട്, അവരെ എല്ലാ ഫാമിലിയിലും എല്ലാ ആളുകൾക്കും ഈ ഒരു കാര്യമുണ്ട്. അത് ജനറ്റിക് ഫാക്ടറാണ്. അതും നമുക്ക് ക്ലിയറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അതിന് ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തണം എന്നുള്ളതേ ഉള്ളൂ. പല സാഹചര്യങ്ങളിലും വരുന്നത് ഒരു കുഴപ്പമില്ല, നമ്മളൊരു ആൻറ്റിബയോട്ടിക് എടുത്തു, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്റ്റിറോയിഡ് എടുത്തു, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മെഡിസിൻ എടുത്തു. ഇത് എടുക്കുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട്, അതായത് ഞാനിപ്പം നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസ് കാണുന്നതാണ്, നല്ല രീതിയിൽ വയറ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കി കൊണ്ടുവന്ന് ശരിയാക്കി കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഒരു പനി വരും. ആ പനിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും ആൻറ്റിബയോട്ടിക്കുകളോ പാരസെറ്റമോളോ എന്തെങ്കിലും ഒരു മരുന്ന് കഴിക്കേണ്ടി വരും. കഴിച്ചു, എല്ലാം കൂടെ കുളമായി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരുന്ന രീതിയിലേക്ക് വരും. അപ്പോൾ എപ്പോഴും അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്,
മരുന്നുകൾ നമുക്ക് ഏത് മരുന്ന് പറ്റും എന്നുള്ളത് വരെ വളരെ അറിഞ്ഞിരിക്കണം. ഇപ്പം നമ്മളിപ്പോൾ വെറുതെ ഒരു ഡോക്ടർ ഒരു മരുന്ന് എഴുതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ മരുന്ന് നമ്മൾ നേരത്തെ കഴിച്ചിട്ടുണ്ടോ, ആ കഴിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ, ഇതെല്ലാം ക്ലിയറായിട്ട് പറഞ്ഞേച്ച് വേണം നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട്. അല്ലാതെ ചുമ്മാതെ പോയിട്ട് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ടൊരു സാധനം എടുക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും എഴുതി എന്ന് പറഞ്ഞാൽ എടുത്ത് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് മൗത്ത് അൾസർ പ്രശ്നങ്ങളെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ മെയിനായിട്ട് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡീഹൈഡ്രേഷനാണ്. അതായത് വെള്ളം കുടി കുറവ്. അതായത് നമ്മൾ വെള്ളം കുടിയുടെ ഒരു കണക്കെന്ന് പറയുന്നത് നമ്മളിപ്പോൾ 2 ലിറ്റർ 3 ലിറ്റർ അങ്ങനെയൊന്നുമില്ല. ചിലർ 5 ലിറ്റർ കുടിച്ചാൽ കുഴപ്പമൊന്നുമില്ല, ചിലപ്പോൾ 1 ലിറ്റർ കുടിച്ചാലും കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ യൂറിനകത്ത് പുകച്ചിലോ ബുദ്ധിമുട്ടുണ്ടാകരുത്, യൂറിന് പത വരരുത്. അതേപോലെ തന്നെ യൂറിനിലെ കളറ്, അതായത് നമ്മുടെ വെള്ളത്തിൻ്റെ കളറായിരിക്കണം യൂറിനിൽ. ആ കണക്ക് ഏതാണോ ഉള്ളത്, അതിപ്പം 5 ഗ്ലാസ് കുടിച്ചാലാണ് ആ കളർ വരുന്നതെങ്കിൽ അതാണ് കണക്ക്. അപ്പം 10 ഗ്ലാസ് ആണെങ്കിൽ അതാണ് കണക്ക്. അതായത് നമുക്ക് യെല്ലോ കളറിലേക്കോ അതിനകത്ത് ആ ഒരു കളർ ചേഞ്ചസിലേക്ക് വരുന്ന രീതിയിലുള്ള യൂറിൻ വരുമ്പോൾ അത് അത്ര നമുക്ക് സാറ്റിസ്ഫൈ ആകുന്ന രീതിയിൽ അളവല്ല ബോഡിയിലേക്കുള്ളത്. അതുകൊണ്ട് ആ അളവിലേക്ക് ഏത് അളവാണ് മെയിൻറ്റെയിൻ ആകുന്നത്, ബാലൻസ് ആകുന്നത്, ആ അളവിൽ വെള്ളം കുടിച്ചാൽ മതിയാവും. അപ്പം ഈ പറയുന്ന കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം മൗത്ത് അൾസർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതിനകത്ത് സൊല്യൂഷനായിട്ട് നമുക്ക് എന്താ പറയുക, പുളിയില്ലാത്ത തൈര് കഴിക്കുന്നത് നല്ലൊരു കാര്യമാണ്. പ്രോബയോട്ടിക്സ് എടുക്കുന്നത് നല്ലതാണ്. ബി കോംപ്ലക്സ് കഴിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ഈ പേരയിലയൊക്കെ നമ്മുടെ ചെറിയ എന്താ പറയുക തളിരില എന്ന് പറയില്ല, അതൊക്കെ വായി വെച്ച് നമ്മൾ കുറച്ച് നേരം അതിൻ്റെ നീര് അവിടെ തൊടുന്നതല്ലാണ്. ആ പേരയില നമ്മൾ ആ ഭാഗത്ത് വെക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ ആയുർവേദം ഓയിൻമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഈ സ്മൈലി എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. സ്മൈലി ഞാൻ ഒത്തിരി ടൈപ്പ് മൗത്ത് അൾസർ ഓയിൻമെൻറ്റ്സും ജെല്ലുകളൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ സ്മൈലി നല്ലൊരെണ്ണമാണ്. അത് ഏത് കമ്പനിയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ മൗത്ത് അൾസറിന് ഏറ്റവും എഫക്റ്റീവായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ഭാഗം മാത്രം ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ടൊന്നും കാര്യമില്ല. പക്ഷേ അന്നേരത്തെ ആ ഒരു ബുദ്ധിമുട്ടും പ്രയാസം മാറാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പഴങ്കഞ്ഞി വളരെ നന്നായിട്ട് ഇപ്പോൾ ഈ മൗത്ത് അൾസർ ഉള്ള ആളുകളിൽ ഒരു 2-3 ദിവസമെങ്കിലും രാവിലെ വൈകിട്ടുമായിട്ട് കുറച്ച് കഞ്ഞിയും പുളിയില്ലാത്ത തൈരും, ഇപ്പം മീനോ ഇറച്ചി കഴിക്കാൻ അതിനകത്ത് അധികം മസാലയോ ഉപ്പോ കാര്യങ്ങളൊന്നും അധികം ഇടാത്ത രീതിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം മീൻ കറി ഉണ്ടെങ്കിൽ കറിയോ അത് കഷ്ണം മാത്രം എടുത്ത് വെച്ച് ചാറ് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം കൊണ്ട് ശരിയാക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അത് നമ്മൾ വയറ് കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ ക്ലിയർ ആക്കിക്കൊണ്ട് വേണം ചെയ്യാനായിട്ട്. നമുക്ക് നിസ്സാരമായിട്ട് ഈ പ്രശ്നങ്ങൾ ക്ലിയർ ആക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് സ്ട്രെസ് ലെവൽ എത്ര ഉണ്ടെന്ന് നോക്കണം. നമുക്ക് ഏത് ഭക്ഷണം കഴിക്കുമ്പോൾ പ്രശ്നം കൂടുന്നുണ്ട് എന്നുള്ളത് അറിയണം. നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണോ ഇത് വരുന്നതെന്ന് അറിയാം. അതായത് പീരിയഡ്സിൻ്റെയും ഓവുലേഷൻ്റെ സമയത്താണോ ഇല്ലെന്ന് അറിയണം. അതേപോലെ തന്നെ നമുക്ക് പനി വരുന്നതിൻ്റെ ഭാഗമായിട്ടാണോ, മരുന്നെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, ഇതൊക്കെ കാരണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ട്രീറ്റ് ചെയ്യാനായിട്ട്. എന്നാലും 60% കാരണം വയറ് കുടലായ സംബന്ധമായതായതുകൊണ്ട് അത് ട്രീറ്റ് ചെയ്ത് ക്ലിയർ ആക്കിയാൽ പിന്നെ ആയുഷ്കാലം മുഴുവനും ഈ മൗത്ത് അൾസർ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.